ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു, ബ്രദറെ, എൻ്റെ മകൻ മദ്യപാനിയായി മാറി, പറഞ്ഞാൽ കേൾക്കാത്തവനായി. അവന് ഉന്നത വിദ്യാഭ്യാസം കൊടുത്തു, ഉള്ളതെല്ലാം വിറ്റും പണയം വെച്ചും അവനെ പഠിപ്പിച്ചു. പക്ഷെ ഒരു ഫലം ഉണ്ടായില്ല. ഇപ്പോൾ അവൻ പഠിക്കുന്നില്ല. അതുമാത്രമല്ല, അവൻ വീട്ടുകാർക്കും സമൂഹത്തിനും ശല്യമായി തീർന്നു. പ്രിയപ്പെട്ടവർ, ഇതുപോലെയല്ല അനേക മക്കൾ. നിങ്ങളുടെ മക്കളെ ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വീടും സ്ഥലവും പണയം വെച്ച് അല്ലെങ്കിൽ കടം വാങ്ങി ഉന്നതമായ വിദ്യാഭ്യാസം കൊടുത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിച്ച് നല്ല കോഴ്സൊക്കെ തിരഞ്ഞെടുത്ത് കൊടുത്ത് അവസാനം അവർ അനുസരിക്കുന്നില്ലെങ്കിലോ, അവർ മദ്യപാനത്തിന് ലഹരിക്ക് അടിമയാണെങ്കിലോ, അവർ സമൂഹത്തിനും വീട്ടിനും ഭീഷണിയായ മക്കളാണെങ്കിലോ, നിങ്ങൾ പഠിപ്പിച്ചതിന് എന്ത് കാര്യം? നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നതിന് എന്താ കാര്യം? നിങ്ങൾക്ക് പേരുദോഷം വരുത്തുന്ന ഒരു കുഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കാര്യം? എന്നും നിങ്ങൾ സങ്കടപ്പെട്ട് കഴിയല്ലേ? അതിനെന്താ പരിഹാരം? അതിനുള്ളൊരു പരിഹാരമാണ് നിങ്ങളുടെ മക്കളെ കുഞ്ഞുനാളിൽ തന്നെ വചനം പഠിപ്പിക്കുക. ബൈബിളിലെ ദൈവവചനം പഠിപ്പിക്കണം. വലിയ കോഴ്സൊക്കെ ആവും മക്കൾ പഠിക്കുന്നത്. അമേരിക്കയിൽ പോകണം, UK പോകണം, ഫ്രാൻസിൽ പോകണം, ഉന്നത കാനഡയിൽ പോകണം, വലിയ കോഴ്സൊക്കെ എടുത്ത് പഠിപ്പിക്കുകയാണ്. എന്താ കാര്യം? വചനമില്ലെങ്കിൽ മക്കൾ അനുസരിക്കില്ല. വചനം അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അവർ അനുസരിക്കും. അതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കണം. അത് നിങ്ങൾക്ക് പ്രാർത്ഥനയുണ്ടോ? മാതാപിതാക്കൾക്ക് പ്രാർത്ഥനയുണ്ടോ? മാതാപിതാക്കൾക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മക്കൾ ചോദിക്കും, അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുക? അപ്പനും അമ്മയും വചനം തുറന്ന് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വചനം എത്ര അറിയാം? എന്നിട്ടാണോ എന്നോട് വചനം പറയാൻ പറയുക? ഇത് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് അവരെ കാണണം, അവരെ പഠിപ്പിക്കണം. രണ്ടാമത്, തിരുവചനം, ബൈബിളിൽ വചനം അനുസരിച്ച് ജീവിച്ച വ്യക്തികൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പഠിപ്പിക്കണം. അതോടൊപ്പം തന്നെ വചനം അനുസരിക്കാതെ ജീവിച്ച വ്യക്തികളുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും നിങ്ങൾ അവരെ പഠിപ്പിക്കണം. അതുപോലെ നമ്മുടെ സഭയിൽ കാറ്റഗിസം ക്ലാസ്സുകളിൽ പൊതുവായ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കണം. വചനം, ഓരോ വചനവും പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കണം. വചനം പഠിപ്പിക്കാൻ നമ്മുടെ സഭയിൽ അത് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. കുടുംബങ്ങളിൽ മക്കൾക്ക് വചനം കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം കൊടുക്കണം.